ഹലോ ഗൈസ്, നാളെ ന്യൂ ഇയർ അല്ലേ? അപ്പോൾ മധുരമായിട്ട് എന്തെങ്കിലും തയ്യാറാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ മധുരം ആയിട്ടെന്ന് വിചാരിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് ലഡു ജിലേബിയൊക്കെയാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇന്ന് ലഡു തന്നെ തയ്യാറാക്കാമെന്ന്. അപ്പോൾ കടയിൽ പോയിട്ടൊന്നും വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, അധികം സമയവും ആവശ്യമില്ല. അപ്പോൾ ഇന്ന് തയ്യാറാക്കി വെച്ച നാളെ എല്ലാവർക്കും സ്വീറ്റ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലപ്പൊടി എടുക്കണം. അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചേർത്തത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളമാണ് മൊത്തം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം മൊത്തത്തിൽ ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഒരു 3 തവണയായിട്ട് കുറേശ്ശെ ഒഴിച്ച് കട്ടയില്ലാതെ പൊടി നല്ലപോലെ ഇളക്കി ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് വരെ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഒട്ടും കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതങ്ങനെ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൂന്തി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു തവി വെച്ച് കൊടുത്തിട്ട് ആ തവിയിലേക്ക് മാവ് ഒരു തവി കോരി ഒഴിക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം. അത് മാവ് അതിലേക്ക് മേലെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് അപ്പോൾ മുത്ത് പോലെ അങ്ങനെ മാവ് ഓയിലിലേക്ക് വീണോളും. എന്നിട്ട് അത് നല്ലപോലെ വറുത്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആക്കി കളയണ്ട, എന്നാൽ നല്ലപോലെ വെന്ത് കിട്ടുകയും വേണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് മുഴുവനും നമുക്ക് ഇതേപോലെ ഒന്ന് എണ്ണയിലിട്ട് ബൂന്തിയാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അതുപോലെ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് കൊണ്ട് മുഴുവനും ബൂന്തി തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഒരുപാട് പൊടിഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് പഞ്ചസാര ഒന്ന് ലയിപ്പിച്ചെടുക്കണം. പഞ്ചസാര പാവ് കാച്ചിയ പോലെ ആവരുത്, നല്ലപോലെ തിളച്ച് പഞ്ചസാര അതിൽ ലയിച്ച് കിട്ടിയാൽ മതി. ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള ബൂന്തി അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ അതിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോയതുപോലെയൊക്കെ തോന്നും, പക്ഷേ വെള്ളം കൂടിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ബൂന്തിയിലേക്ക് വലിഞ്ഞിട്ട് നല്ല പാകത്തിനായിട്ടുണ്ടാവും. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അതിൽ അമർത്തി വെക്കണം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തിട്ട് അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ദേ ഒട്ടും വെള്ളം കാണാനില്ല. പഞ്ചസാരയുടെ വെള്ളമൊക്കെ അതിലേക്ക് നല്ലപോലെ വലിഞ്ഞിട്ടുണ്ട്. ഈ ലഡു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിച്ചാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഞ്ചസാരയൊക്കെ അതിലേക്ക് നല്ലപോലെ പിടിച്ച് കിട്ടണമെങ്കിൽ നാളെ കഴിച്ചാലാണ് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കത് എടുക്കാം. ഇനി ലഡു ഓരോന്നും നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു മുന്തിരിയും ഒരു അണ്ടിപ്പരിപ്പും അതിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളത് ലഡു ഉരുട്ടിയെടുക്കാൻ. ആദ്യം നല്ലപോലെ ഒന്ന് അമർത്തിയതിന് ശേഷം പിന്നെ വേണം ഷേപ്പാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ, പൊട്ടിപ്പോവാത്ത രീതിയിൽ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. കടകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കണതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും മധുരം എല്ലാം ഉണ്ടാക്കി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് 2025 കാണാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബായ്.